നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഇടതുപക്ഷ അനുഭാവിയും സഹയാത്രികയുമായ രശ്മി ആർ നായർ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്നതാണ്. ഭീകരാക്രമണം നടന്ന മണിക്കൂറുകൾ തികയും മുന്നേ അത് സംഘികളാണ് എന്ന നറേറ്റീവ് ഓടിക്കാൻ കണക്കൊക്കെ നിരത്തുന്നവരെ ഒന്ന് നോക്കി വെച്ചേക്കും. ഒരവസരം കിട്ടിയാൽ തോക്കുമായി ID കാർഡ് ചോദിച്ചിറങ്ങാനുള്ള മുതലുകളാണിത്. ഇങ്ങനെയാണ് ഇടതുപക്ഷ ആക്ടിവിസ്റ്റായ രശ്മി ആർ നായർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടന്ന അപൂർവ ഭീകരാക്രമണത്തിൽ 26 പേരാണ് ഹീനമായി ഇസ്ലാമിക തീവ്രവാദികളുടെ തോക്കിനിരയായത്. അതിൽ മകളുടെയും പേരക്കുട്ടിയുടെയും മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ഒരു മലയാളിയുമുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2 വിദേശികൾ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നായ ഭീകരാക്രമണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് നടന്നത്. പഹൽഗാമിലെ ബൈസൺ ബുൽമെട്ടിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു കൂട്ടം തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതും സ്ത്രീകൾ സഹായത്തിനായി ഓടിയെത്തുന്നതും കാണാം. അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ അടുത്തുനിന്ന് വെടിയുതിർത്തതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒരു ദൃക്സാക്ഷി പറഞ്ഞു. ഭീകരർ വെടിയുതിർത്തപ്പോൾ പ്രകൃതി രമണീയമായ പുൽമേടിലൂടെ ഒരാൾ നടക്കുന്നത് വീഡിയോയിൽ കാണാം. പശ്ചാത്തലത്തിൽ വെടിയൊച്ചകൾ വ്യക്തമായി കേൾക്കാം. വെടിയൊച്ചകൾ കേട്ടപ്പോൾ പരിഭ്രാന്തി പകർന്നു. ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയതിന് സമാനമായ കൂട്ടക്കൊലയാണ് പിന്നീട് അവിടെ നടന്നത്. നിരപരാധികളായ ഒരു പറ്റം ആൾക്കാരെ മതം മാത്രം നോക്കി കൊന്നുതള്ളി. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രാദേശിക ശാഖയായ റെസിഡന്റൽ ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തുന്നതിനിടെ പൊട്ടിപ്പുറപ്പെട്ട അരാജകത്തിന്റെ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തിയ വീഡിയോയിൽ കാണാം. വെടിയുയർത്തപ്പോൾ പരിഭ്രാന്തിയും ഭയാനകവുമായ നിലവിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഇത്ര ഹീനകൃത്യത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോഴും അതിൻ്റെയെല്ലാം കമന്റ് ബോക്സുകൾ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ അങ്ങേയറ്റം ഞെട്ടിത്തരിച്ചു പോകും. അവരോടായിട്ട് ഒരു കാര്യം പറയട്ടെ, ആ മരിച്ചു വീണവർ ഈ നാടിൻ്റെ പൗരന്മാരായിരുന്നു. ഗാസയിലും മ്യാൻമറിലും മരിക്കുന്നവർക്ക് വേണ്ടി മാത്രം കരയുന്നത് മാനവികതയല്ല, മതഭ്രാന്തിൻ്റെ ചിഹ്നമാണ്. തമിഴിൻ്റെ പേര് പറഞ്ഞ്, കന്നഡയുടെ പേര് പറഞ്ഞ്, ഹിന്ദി ഭാഷയുടെ ഒക്കെ പേരിൽ പരസ്പരം തല്ലുകൂടുന്ന ജനതയുടെ മുന്നിലേക്ക് അവർ തോക്കുമായി കടന്നു വന്നത് ഇതൊന്നും ചോദിച്ചായിരുന്നില്ല, അവൻ്റെ പേര് ചോദിച്ചായിരുന്നു. നിന്റെ പേരെന്താണ്? അവനോട് അവർ ചോദിച്ചു. പേര് പറഞ്ഞിട്ടും അവൻ്റെ അടിവസ്ത്രം ഉരിഞ്ഞ് അവൻ കാഫിറാണ്, അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ ജന്നത്തിലേക്കുള്ള അവരുടെ പാസ്പോർട്ടാണെന്ന് ഉറപ്പുവരുത്തി നിരായുധനായ അവനെ അവൻ്റെ ജീവന്റെ പാതയായ ഭാര്യയുടെ മുന്നിൽ നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ അവൻ അവൻ്റെ മതത്തെ അനുസരിക്കുകയായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ് വീണവനോ? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? 21-ാം നൂറ്റാണ്ടിൽ ഏയുടെ ചിറകിൽ ഈ ലോകം പറക്കുമ്പോൾ കാശ്മീരിലെ താഴ്വരയിൽ ഒരാൾ മരിക്കാനുള്ള കാരണം ലൈംഗികാവയത്തിന്റെ അടയാളം നോക്കിക്കൊണ്ടാണ് എന്നറിയുമ്പോൾ ഇന്നും 5-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരുടെ ഭ്രാന്ത് ഈ ലോകത്തിന് ഭാരമാവുകയാണ് എന്ന് മനസ്സിലാക്കണം. നീ ദളിതനോ നമ്പൂതിരിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബുദ്ധനോ ജൈനനോ സിഖ് അല്ലെങ്കിൽ ജൂതനോ ഒന്നും ചോദിച്ചില്ല. നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കൊല്ലും. ആണ് എന്ന് പറഞ്ഞാൽ അടിവസ്ത്രമൂഴി കൺഫേം ചെയ്യും. മുസ്ലിം അല്ലെങ്കിൽ കൊല്ലപ്പെടും. എന്തൊരു മാനവികതയാണ് നിങ്ങൾക്ക്! മറ്റൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ക്രൂശിക്കുന്ന കെട്ടകാലത്താണ് നാം ജീവിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ഡ്രസ് ആയാലും ഫുഡ് ആയാലും ടോയ്സ് ആയാലും ഈവൻ എഡ്യൂക്കേഷൻ ആയാലും 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കിൻഡർ ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത്. ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. സോ ഏർലി പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ സ്കൂളിങ്ങിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, LKG, UKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. 7736106346 9495233154. ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.